അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതേപോലെ ഇന്ന് ബറാത്ത് രാവാണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളും കൂടി ഇന്ന് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റ് ആക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ജനലൊക്കെ ഒന്ന് വേഗം തുറന്നിട്ടിട്ട് ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. നനച്ചുള്ളിയും കാര്യങ്ങളൊക്കെ ബറാത്ത് നോമ്പും കാര്യങ്ങളൊക്കെ കഴിയട്ടെ, എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കണം. പിന്നെ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീറ്റാക്കിയിട്ടൊന്ന് വിരിച്ചിട്ട് പിന്നെ തലയണയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതും നല്ല രീതിക്ക് തന്നെ ഒന്ന് മടക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഈ ഒരു റൂമിൽ അത്യാവശ്യം നല്ലപോലെ അലക്കാനുള്ള ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. ആദ്യം തന്നെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട്. പിന്നെ അലക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വാഷിംഗ് മെഷീനിലിടണം. അതുകൊണ്ട് തന്നെ അലക്കാനുള്ള ഡ്രസ്സ് ഏതാണോ നോക്കിയിട്ടുള്ളത് അതൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകണം കേട്ടോ. അലക്കാനുള്ള ഡ്രസ്സ് മുഴുവനും ഞാൻ ഈ ഒരു കട്ടിൽമേൽ അങ്ങനെ വെച്ചതായിരുന്നേ. അങ്ങനെ ഇത്രയും ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒന്ന് അലക്കിയെടുക്കട്ടെ. കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ. പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചെമ്മീൻ നെയ്ച്ചോറാണ് കേട്ടോ വെക്കുന്നത്. ചെമ്മീൻ കടായി പോലെ ആക്കിയിട്ട് വെക്കുമല്ലോ, ഫ്രൈ ആക്കിയിട്ട്, അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ വലുപ്പത്തിലുള്ള ചെമ്മീനാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. വൈക്കുന്ന കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. 100 രൂപക്ക് ഞാൻ കുറച്ച് ചെമ്മീനും വാങ്ങിയിട്ട് പോന്നു കേട്ടോ. അങ്ങനെ ചെമ്മീനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം തീരെ ഇല്ലാതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. മസാലയൊക്കെ നല്ലപോലെ ചെമ്മീനിൽ പിടിച്ച് വരട്ടെ. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അതിനിടയിൽ നമ്മൾ കടായി പോലെയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സവാളൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേഗം ഇതേപോലെ നീളങ്ങനെ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കട്ടിംഗ് ബോർഡൊന്നും എടുത്തിട്ടില്ല, നേരമില്ലാത്തത് കൊണ്ട് തന്നെ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുക്കർ നമ്മൾ കറണ്ടടുപ്പുമ്മേൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ച് ചോറിനുള്ളതും കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിക്ക് 1 കപ്പ് അരിയാണ്, നെയ്ച്ചോറ് അരിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം കേട്ടോ. അതും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ചിട്ട് അവിടെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിനിടയിൽ നന്നായിട്ട് പാനിൽ ഓയിൽ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെമ്മീനും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വെള്ളം നല്ലപോലെ തിളച്ച് വന്നപ്പോൾ നെയ്ച്ചോറരി നല്ലപോലെ കേക്ക് എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വിസിലടിച്ചാൽ തന്നെ നമുക്ക് റൈസ് നല്ലപോലെ വെന്ത് വരും. പിന്നെ ചെമ്മീൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതെടുത്തിട്ടുള്ള സെയിം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉലുവയൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും പിന്നെ സവാള ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തക്കാളിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് അടിച്ച് വെക്കുന്നുണ്ട്. ഇനി അത് അവിടെ നിന്നൊന്ന് കുക്കാവട്ടെ കേട്ടോ. ചെമ്മീനൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സെയിം പാൻ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് സെയിം ഓയിൽ തന്നെ എടുത്തിട്ടാണ് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കണ്ടിട്ടുപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മെസ്സിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അപ്പം തന്നെ ഒന്ന് തുടച്ചിടുകയാണ്. എനിക്കെന്താ അറിയില്ല കേട്ടോ, ഇങ്ങനെ അപ്പം ഇങ്ങനെ തുടച്ചിട്ടാൽ നല്ല നീറ്റായിട്ട് തോന്നേ. അപ്പോഴേക്കും ഇതൊരു വിസിലൊക്കെ അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പം നമ്മൾ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ സംഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ലേ. പിന്നെ നല്ലപോലെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ്.
അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് കുക്കായി കിട്ടട്ടെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അധികം ഞാൻ ഗരം മസാലയാണ് കേട്ടോ ചേർത്തത്, നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ നല്ലപോലെ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് എന്താ പറയുക, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. നെയ്ച്ചോറും അതേപോലെ ചെമ്മീനും ഇതുപോലെ മസാലയൊക്കെ കൂട്ടിയിട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അങ്ങനെ ചെമ്മീനൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റെസിപ്പി ഞാൻ സ്വന്തമൊക്കെ ഇങ്ങനെ വെറുതെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് നോക്കലുണ്ട്. അങ്ങനെ ചെമ്മീൻ കിട്ടുന്ന സമയത്തൊക്കെ ഇതേപോലെ ഫ്രീ ആക്കും കേട്ടോ. എന്നിട്ട് ഇതേപോലെ മസാല കൂട്ടിയിട്ട് അങ്ങോട്ട് റെഡിയാക്കി എടുക്കലാണ്. പിന്നെ കുറച്ച് തക്കാളി സോസും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി എന്താ പറയുക ചെമ്മീനൊക്കെ ഇട്ടിട്ടുള്ള മസാല നല്ല ടേസ്റ്റി ആയിരിക്കും. സത്യം പറഞ്ഞാൽ വാങ്ങുന്ന സമയത്ത് ചെമ്മീൻ ഇത്തിരി വലുപ്പമുണ്ടെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് ചെമ്മീൻ ഇതിൽ നിന്ന് എങ്ങനെ വേറിട്ട് എടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ലപോലെ കുക്ക് ചെയ്തിട്ട് അത് അങ്ങോട്ട് അടിച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് വിട്ട് വരുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ ഞാൻ മക്കൾക്ക് നെയ്ച്ചോറും ഇതേപോലെ ഉള്ളിൻ്റെ ചെമ്മീനൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മക്കൾക്ക് വേഗം ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പറാത്ത രാവിലേക്കുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നെയ്ച്ചോറും ഇതേപോലെ എന്തെങ്കിലും ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മക്കളും നല്ലപോലെ കഴിക്കും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറാത്ത രാവിലെ പായസമാണ് ഉണ്ടാക്കുന്നത്. പാലടൻ്റെ പായസം മിക്സ് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഒരു കുടുക്കയിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ പാലിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ആഡാക്കിയിട്ട് നമ്മൾ കരണ്ട് അടുപ്പുമ്മലാണ് കേട്ടോ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ പാൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കരണ്ട് അടുപ്പ് ഓണാക്കിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അവിടുന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. ഏലക്കായ അങ്ങനത്തെ വേറെ സംഭവങ്ങളോ എല്ലാം ആ ഒരു പാലട മിക്സിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ പാല് നല്ലപോലെ തിളച്ച് വന്നപ്പോൾ പാലടേൻ്റെ ആ മിക്സും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതൊരു ചെറിയ തീയിൽ കുറച്ച് നേരം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നല്ലപോലെ പായസം റെഡിയാകും കേട്ടോ. അങ്ങനെ നല്ലപോലെ പായസത്തിൻ്റെ ആ ഒരു പാലടേൻ്റെ അടയൊക്കെ ഒന്ന് നല്ലപോലെ വെന്തെന്ന് കണ്ടപ്പോൾ അതിലേക്ക് നെയ്യ് ഒരു കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ടാണ് കേട്ടോ നെയ്യ് അത്ര കട്ടയായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അതവിടെ ഉണ്ടാക്കിയിട്ട് പിന്നെ നിസ്കാരം പിന്നെ ബറാത്ത് രാവായതുകൊണ്ട് 3 യാസീനും അല്ലാത്ത ദിക്റുകളും കാര്യങ്ങളൊക്കെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതും. അതേ കൂട്ടത്തിൽ പായസം ഉണ്ടാക്കിയത് ആ ഒരു മധുരം കഴിക്കുന്നത് പണ്ടേ മുതൽ എല്ലാവരും ചെയ്തു പോരുന്ന ഒരു കാര്യമാണ്. ബറാത്ത് രാവ്, മിറാജ് രാവ് അതിനൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കൽ കേട്ടോ. പിന്നെ നിസ്കാരവും ഖുറാനത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലായിട്ട് മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പല വീട്ടിലും പലതാണ് കേട്ടോ ഉണ്ടാക്കൽ. ഞങ്ങൾ ഉള്ള സമയത്ത് ചക്കരച്ചോറാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റി ആയിരുന്നേ. അങ്ങനെ ഇന്നിപ്പോൾ പായസമാണല്ലോ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി ഒരുമിച്ചിരുന്നിട്ട് പായസം കുടിക്കുകയാണ് കേട്ടോ. ഈ ദിക്റും ദുആയും എന്താ പറയുക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അങ്ങനെ ബറാത്ത് രാവിന് നമ്മൾ പായസമാണ് ഉണ്ടാക്കിയത്. അതും ചെറിക്ക് ഇഷ്ടമുള്ള പാലട പായസമാണ് കേട്ടോ. ഇനി ചെറിയ കടയിൽ നിന്ന് വരുമ്പോൾ ചെറിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു ഡേറ്റ് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.